ആങ്ങളും പെങ്ങളുമായിട്ടാ ഞങ്ങ വളർന്നെ. കല്യാണം ഉറപ്പിച്ചേക്കണ പെണ്ണാണ്. കണ്ടവന്റെ കൂടെ തെണ്ടാൻ പോയേക്കണം. മോളായിട്ട് ഒന്നേ ഉള്ളൊന്നും ഞാൻ കണക്കാക്കിയല്ല. ഇനി നീ പണിക്ക് പുറത്തിറങ്ങ, അപ്പൊ കാണാം. അച്ഛനെത്ര തുടങ്ങിയാലും ശരി, രഘുവേട്ടനല്ലാണ്ട് വേറെ ആൾ എന്നെ കേട്ടുകയല്ല. ഞാനതിന് സമ്മതിക്കൂല. നിങ്ങ ഇപ്പൊ ഇതിനെ കൊല്ലുമല്ല, വിവരം പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്ട് തല്ലാനും കൊല്ലാനും നിന്നാൽ എങ്ങനെയാണ്? എടി അമ്മു, നീ ആത്താട്ട് പോ. ഇവൻ ഒരുത്തൻ കാരണമാണ് അച്ഛാ, അല്ലെങ്കിൽ ആ തെണ്ടി ഈ പടി കടന്ന് വരുവായിരുന്ന. ഞാനെന്ത് ചെയ്തെന്നാണ് കേച്ചു നീ പറയണത്? നിന്റെ ചങ്ങാതിയല്ലേ രഘു, നിന്നെ കാണാനെന്നും പറഞ്ഞ് വന്നല്ലേ ഇവളവന്റെ വലയിൽ വീണത്. ഈ കുടുംബത്തോട് എന്തെങ്കിലും ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ നീ ഇതിന് കൂട്ട് നിൽക്കുവാ. വിവരം അറിഞ്ഞപ്പോ ഞാൻ ഇവളെ വിളിച്ച് ഗുണദോഷമെന്ന് ചോയിരെ. സംഗതി രഘുവിന്റെ ചങ്ങാതിയാണ്, പക്ഷെ അവനെ പോലെ ഒരുത്തനല്ല ഇവളുടെ കൂടെ ചേരേണ്ടെന്ന് എനിക്കറിയാം. തന്തകാരാണെന്ന് അറിയാത്ത തെണ്ടി. അവൻ ആശികൻ ചാത്തുമറിക്കാന്റെ മോളെ മാത്രമേ കണ്ടല്ല, തല കാണുകയറ അവന്റെ കഴുത്തേല്. നീ ചിരിക്കാൻ പറഞ്ഞതല്ല, അങ്ങേരും ഓക്കണ ആംഗ്ലമാരും വെറി കൊണ്ട് നിൽക്കുകയാണ്. വേണ്ടാത്ത കൊല്ലാപ്പിന് പോകണ്ട രഘു, നീ അവളെ അങ്ങോട്ട് മറന്നുകളാ. വേറെ എത്ര പെണ്ണുങ്ങളുണ്ട് നിന്റെ കൈവട്ടത്ത്? എടാ, എല്ലാരെയും പോലാണ് അമ്മു. അവളെ എനിക്ക് വേണം. ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോരും. ഈ കരക്കാരുടെ മുഴുവൻ മുമ്പിൽ വെച്ച് അവളെ പൊറപ്പിക്കുകയും ചെയ്യും. ഞാനതിന് കൂട്ടു നിൽക്കുമെന്ന് കരുതണ്ട. നീ ഞാനെന്റെ ചങ്ങാതിയല്ലല്ല, ചാതി മറിക്കാന്റെ വാലാട്ടിപ്പറ്റിയല്ലേ? അതേടാ, രണ്ടാനപ്പന്റെ ചവിട്ടുമ്പോഴും സഹിക്കാൻ കഴിയാണ്ട് കടപ്പുറത്തോടെ തെണ്ടി കിടന്ന് എന്നെ വിളിച്ച് ചോറ് തന്നവരവര്. മരിക്കണവരെ ഞാനാക്കൂറ് മറക്കൂല. അമ്മൂനെ, ആങ്ങളമാര് 2 അല്ല 3 പേടിപ്പിക്കാണ്. എങ്കിൽ പൊന്നാങ്ങളെ കേട്ടോ, ചാത്ത് മറിക്കാന്റെ മോള് നാളെ അന്തി പുലരുമ്പം ഈ രഘുവിന്റെ പോലുണ്ടാവും. തടയാൻ വന്നാലേ ആരാണെന്നൊന്നും ഞാൻ നോക്കുകയല്ല.